കാറ്റ്ലിയുടെ പോട്ടിംഗ് ആണേ ഞാനിന്ന് കാണിക്കുന്നത്. ഇതൊരു ടെറാക്കോട്ട പോട്ട്. അത്യാവശ്യം നല്ല ഉള്ളുണ്ട്, പക്ഷെ നല്ല ഒതുങ്ങിയ ലീഫിൻ്റെ ഷേപ്പിലുള്ളൊരു പോട്ട്. ഈ കാറ്റ്ലിയാണ് ഞാൻ നടാൻ പോകുന്നത്. അത് മറ്റേ ഹാങ്ങിങ് പോട്ടിൽ വളർത്തിയെടുത്തതാണ്. ആദ്യം കുറച്ച് തെർമോക്കോൾ പീസ് ഇട്ട് നമുക്കത് ഫില്ല് ചെയ്യാം. കാരണം കുറച്ച് കരിയുടെ ഉപയോഗം കുറച്ച് മതി. തെർമോക്കോൾ പ്ലാന്റിന് കുഴപ്പമൊന്നുമില്ല, നല്ലതായിട്ട് റൂട്ട് അതിനകത്തൂടെയൊക്കെ കയറി പോകുന്നുമുണ്ട്. എന്നിട്ട് ഇനി പ്ലാന്റ് എടുത്ത് നമുക്ക് അതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. അതുകൊണ്ട് അതിനകത്ത് കുറേ കരിയൊക്കെ പിടിച്ചിരിപ്പുണ്ട്. മറ്റേ പോട്ടിൽ നിന്ന് എടുക്കുമ്പോൾ അങ്ങനെയാണ് ഇളകി വരുന്നത്. അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാതെ അങ്ങനെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇനി കുറച്ച് തെർമോക്കോളും കരിയൊക്കെ ഇട്ട് ഫില്ല് ചെയ്യാം. പ്ലാന്റിൻ്റെ ചുവട് ഒത്തിരി അങ്ങ് താന്നു പോകരുത്, പുറത്തുമായിട്ട് എക്സ്പോസ് ആയിട്ട് തന്നെ ഇരിക്കണം. അന്നേരമേ നല്ല എയർ സർക്കുലേഷനും അതിൻ്റെ ഷൂട്ട് വരുന്ന ബേസിൽ നിന്നാണല്ലോ, അപ്പോൾ അത് കാരണം അത് ഇച്ചിരി പൊക്കി തന്നെ വെക്കണം. പുറത്തൂടെ കരിയൊന്നും കയറ്റി വെക്കണ്ട. എന്നിട്ട് ഇത് നല്ലപോലെ ഫിക്സാക്കി വെച്ച് കൊടുക്കണം. പ്ലാന്റ് ഒട്ടും അനങ്ങരുത്. നട്ട് കഴിയുമ്പോൾ അനങ്ങാതിരുന്നാലേ പെട്ടെന്ന് വേരോടി പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുള്ളൂ. കണ്ടോ, നല്ല ടൈറ്റാക്കി വെക്കണം, അനങ്ങരുതത്. നല്ല ടൈറ്റായിട്ട് പോട്ടിങ് കഴിഞ്ഞു. കണ്ടോ, പോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ ഇച്ചിരി ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണ് വെച്ച് കൊടുക്കേണ്ടത്. ഇതെന്ന് പറഞ്ഞാൽ ഈ എപ്പിക്കാറ്റ്ലിയ വെറൈറ്റി പെട്ടതാണ് ഈ കാറ്റ്ലിയ. ഓരോ പുതിയ ഷൂട്ടിനും ഒരു ഫ്ലവർ വരും. ഇത് ബ്രോട്ടോണിയ എന്ന് പറഞ്ഞ് പ്ലാന്റാണ്. ഒരു 2-2.5 മാസം കൊണ്ട് അത് ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇത് ജെറാക് പിങ്കി എന്ന് പറഞ്ഞ് എപ്പിക്കാറ്റ്ലിയ വെറൈറ്റി പെട്ടത് തന്നെ. എപ്പിക്കാറ്റ്ലിയ എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണ വലിയ കാറ്റ്ലിയെ പോലെ ഫ്ലവറിങ്ങിന് ഒരുപാട് നാൾ നമ്മൾ വെയിറ്റ് ചെയ്യണ്ട. പെട്ടെന്ന് ഓരോ പുതിയ ഷൂട്ടിലും ഫ്ലവറും വരും. അതുകൊണ്ട് ഇവിടെ ഇച്ചിരി വെയിലുള്ള സ്ഥലമാണ്, എന്നാൽ ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആണ്. മുകളിൽ ഷീറ്റുണ്ട്. ഇവിടെയാണ് ഈ പ്ലാന്റ് വെച്ചിരിക്കുന്നത്. നല്ലോണം ഫ്ലവർ ചെയ്യും ഇവിടെ.